നോഹയുടെ കാലം പോലെ ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ തലമുറയ്ക്ക് നാം നൽകുന്ന സന്ദേശം? ആവർത്തന പുസ്തകം 11-ാം അധ്യായം 18-19 വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചും കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ എന്താണ് പല കുടുംബങ്ങളിലും ഇന്ന് നടക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്കിറ്റ് നമുക്ക് കാണാം. പപ്പയുടെ പ്രൊഫൈൽ പിക്ചർ എന്തൊരു ലൈക്കാ കിട്ടിയിരിക്കുന്നത്. എടാ മോനെ ആശ്രയ, അതവിടെ വെച്ചിട്ട് വലുതുമായി പഠിക്കാൻ നോക്ക്. പരീക്ഷ എന്നാന്ന് അറിയാലോ. ഒരു മാസം കഴിഞ്ഞ് സ്കൂൾ ഫൈനൽ എക്സാമാ. ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ 2 മാർക്ക് കുറഞ്ഞാൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ഓ മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാമാ. ഓ, ഞാൻ കരുതി സ്കൂളിലെ ആണെന്ന്. സൺഡേ സ്കൂൾ ലെസൺസ് എല്ലാം നിനക്ക് അറിയാമല്ലോ, അത് വെച്ച് അങ്ങ് എഴുതിയാ മതി. ഇപ്പൊ പോയി സ്കൂളിലെ സെക്കൻഡ് റിവിഷൻ ചെയ്. മമ്മി, റിവിഷൻ കഴിഞ്ഞു, ഇനിയും സൺഡേ സ്കൂൾ എക്സാമിന്റെ പഠിപ്പിക്കൂ. അത് മോൻ അങ്ങ് അറിയുന്ന വെച്ച് എഴുതിയാ മതി. ഇപ്പോഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. മമ്മി ഇച്ചിരി നേരം വാട്സപ്പിൽ ഫ്രണ്ട്സ് ഒക്കെ ചാറ്റ് ചെയ്യട്ടെ, ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് നോക്കട്ടെ. ഡൗട്ട് ഉള്ളത് ചോദിച്ചോ. കിഴക്കുനിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ടു നമസ്കരിച്ചു, കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്. അത് മോനെ, നിനക്ക് ബ്രദർ ഉണ്ടായപ്പോൾ കാണാൻ വന്നവരൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ, അതാണ് കാഴ്ച. മോൻ ബാക്കി പഠിച്ചോ. യേശുവിനെ സ്ഥാനപ്പെടുത്തിയതാരാ? അതാരാ മമ്മി? ഓ, അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശു ക്രിസ്തു ജനിച്ചത് എവിടെയാ? അതെവിടെയാ പപ്പ? അതെ, അത് സിറിയയിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു. നീ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കേ. അയ്യോ, സമയം ഒത്തിരിയായി. സൺഡേ സ്കൂളിൽ പോകാൻ വിഷ്ണു അങ്കിൾ പിക്ക് ചെയ്യാറായല്ലോ. എന്തായാലും എക്സാം അല്ലേ, ഒന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചൊക്കെ പോ. ആ, ഒരു സങ്കീർത്തനം എടുത്ത് വായിക്ക്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാക. അയ്യോ, ആ ബാക്കി വായിച്ചേ. ഇതിന് ചാർജും തീർന്നു പോയി പപ്പ. എന്താ, ബാക്കി ഓർമ്മയില്ലേ? പപ്പ അങ്ങ് ഓർത്ത് പറഞ്ഞാ മതി. അതെ, അത് മോനെ, അങ്കിൾ താഴെ പിക്ക് ചെയ്യാൻ വരാനായി. പ്രാർത്ഥിച്ചോട് പൊക്കോ, താമസിക്കണ്ട. എടി, സമയം ഇത്ര ആയില്ലേ? സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞിട്ട് അവൻ ഇതുവരെ എത്തിയില്ലല്ലോ. ഓ, വരാനാവുന്നതേ ഉള്ളൂ. അച്ചായം പോയി കുറച്ച് ചായ ഇട്ടോണ്ട് വാ. അവൻ എത്തിയെന്ന് തോന്നുന്നു. മോൻ സൺഡേ സ്കൂൾ എക്സാമിന് എല്ലാം എഴുതിയോ? ആ, എഴുതി മമ്മി. എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്? യേശു ജനിച്ചത് ചോദിച്ചു, യേശു പള്ളിയിൽ പോയ കാര്യങ്ങൾ ചോദിച്ചു, യേശു സ്നാനവും അത്ഭുതങ്ങളും ഒക്കെ ചോദിച്ചു. ആ, എല്ലാം മോൻ പഠിച്ചതായിരുന്നല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. ഫസ്റ്റ് കിട്ടുമോ? അതോ ഈ പ്രാവശ്യവും ആരെങ്കിലും ട്രോഫി കൊണ്ടുപോകുമോ? ഞാൻ എല്ലാം എഴുതി മമ്മി. എന്റെ മോൻ അല്ലേലും മിടുക്കനാ. ഇനിയും പോയി സ്കൂളിലെ ബാക്കി ലെസൺസ് റിവിഷൻ ചെയ്. ആഹാ, എന്താ തോമച്ചായ ഈ വഴിക്കൊക്കെ? കുറെ നാളല്ലേ കണ്ടിട്ട്. സുഖമായിട്ടിരിക്കുന്നു.
ഇന്ന് നിങ്ങൾ പള്ളിയിലൊന്നും പോയില്ലയോ? ഓ, ഇപ്പൊ ആരാധനൊക്കെ ഭയങ്കര ബോറിംഗ് ആണ്. പ്രസംഗത്തിനാണെങ്കിൽ ഒരു പുതിയ പോയിന്റും ഇല്ല. ആഴ്ചയില് 3-4 മീറ്റിംഗ് ആണ്, അതും ഒത്തിരി കൂടുതല. അതും 2-3 മണിക്കൂറും ഇരുന്നിരുന്ന് മതിയാകും. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ എന്തോരം നല്ല മെസ്സേജസാ ടിവിയിലും ഇന്റർനെറ്റിലും ഒക്കെ കിട്ടുന്നേ. ചർച്ചിൽ പോയി പാർക്കിംഗ് വിടേണ്ട, സമയവും ലാഭം. എനിക്കാണെങ്കിൽ അടുക്കളയിൽ വല്ല പണിയും ചെയ്ത് കേൾക്കുകയും ചെയ്യാം. ടൈം ഇസ് മണി എന്നല്ലേ? അത് ശരിയാ, വെറുതെ സമയം നഷ്ടം തന്നെ, വെറും മെനക്കേടും. പിന്നെ പിള്ളേരുടെ കല്യാണവും നമുക്ക് നല്ല അടക്കവും ഒക്കെ നടക്കണ്ടേ? അതാണെങ്കിൽ ഇന്റർനെറ്റിലൊന്നും കിട്ടില്ലല്ലോ. അതൊക്കെ നല്ല സെറ്റപ്പ് ഉള്ള സഭയിൽ പോയാലല്ലേ പറ്റത്തുള്ളൂ. അത് ശരിയാ. അതുകൊണ്ടല്ലേ മടുത്തിട്ടും കടിച്ചു പിടിച്ചു നിക്കുന്നേ. ഇല്ലേൽ എപ്പോഴേ നമ്മൾ ഈ സഭ വിട്ടു പോയാനെ. ഞാൻ ഈ സഭയിൽ വന്നപ്പോഴേ ആദ്യം അന്വേഷിച്ചത് ഇവിടെ ശവക്കല്ലറ ഉണ്ടോന്നാ. അത് ഉണ്ടെന്നറിഞ്ഞപ്പോ തന്നെ സമാധാനമായി. ചുമ്മാതാണ് ഞാൻ പള്ളിയും പട്ടക്കാരും ഒന്നും വിടാത്തത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിൽ ചാക്കോച്ചാൻ്റെ അടക്കമായിരുന്നു. മെത്രപോലത്തെ ആയിരുന്നു നടത്തിയത്. എന്നാ സർവീസ് ആയിരുന്നു. ഇത് വല്ലതും നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് ചർച്ചിൽ നടക്കുമോ? പിന്നെ എന്തോത്തിനാ അച്ഛൻ ഇങ്ങോട്ട് വന്നത്? അവിടെ തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നു. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ സഭക്കാർക്കും അച്ഛനും ഒന്നും അറിയില്ല. അതെ, പിള്ളേര് ബൈബിളൊക്കെ പഠിക്കണമെങ്കിൽ ഇവിടേക്ക് വരണം. ബാക്കി സമയമൊക്കെ പള്ളിയിൽ കൊണ്ടുപോകാം. ഏതായാലും പള്ളി വിട്ടിട്ടുള്ള പരിപാടി ഈ തോമച്ചാൻ ഇല്ല. ആ, ഇതിനെ പറ്റിയാണ് ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞാഴ്ച പ്രസംഗിച്ചത്. 2 വള്ളത്തിൽ ചവിട്ടുന്നവൻ ഒടുവിൽ വെള്ളത്തിലാകും. തോമച്ചായും സൂക്ഷിച്ചോ. അതൊക്കെ പോട്ടെ, സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ട്സ് ഒക്കെ വന്നല്ലോ. ആ രഞ്ജിച്ചാന്റെ മോൻ ഫസ്റ്റ് ഉണ്ടല്ലോ. നിങ്ങളുടെ ആഷർ മോൻ പരീക്ഷ എഴുതിയില്ലയോ? എഴുതിയല്ലോ, ചിലപ്പോ സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് നമ്മുടെ അഖിൽച്ചാന്റെ മോൾ ഹെപ്സിബയ്ക്കാണല്ലോ. എടാ, നീ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതി മമ്മി, ഒന്നും പോലും വിട്ടിട്ടില്ല. ആഹാ, ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. പിന്നെ എന്താ പറ്റിയതെന്ന് പാസ്റ്ററോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. സ്കൂളിലെ എക്സാമിന്റെ ഇടയിൽ പഠിപ്പിച്ചതാ. ടീച്ചറെ, ആശർമോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പിന്നെ മാർക്ക് എങ്ങനെ ഇങ്ങനെ ആയേ? എഴുതിയതനുസരിച്ച് മാർക്ക് ഇടാൻ പറ്റൂ. ആശർമോൻ എന്തൊക്കെയാ എഴുതിയെന്ന് അവനോട് ചോദിച്ചു നോക്ക്. ഓ, ഞാൻ അവനോട് ചോദിച്ചിട്ട് തന്നെയാ വന്നേ. എന്റെ ആശർമോൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ മിടുക്കനാ. പക്ഷെ അതൊന്നും പേപ്പറിൽ കാണുന്നില്ലല്ലോ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ഒരു തർക്കം? അതെ, ആശർമോൻ സൺഡേ സ്കൂൾ എക്സാമിന് എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇതെന്തൊരു കളിയാ? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറിന്റെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാ പിന്നെ എല്ലാ പ്രശ്നവും തീർന്നു. ഇപ്പോൾ തന്നെ ഞാൻ ഒരു റീടെസ്റ്റ് ഇടാം. എന്താ? ആ, അത് മതി, അത് മതി. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് എടുക്കൂ ടീച്ചറെ. ആശം മോനെ, നീ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 1. യെരിഹോ മതിൽ തകർത്തത് ആര്? അയ്യോ, അത് ഞാനല്ല പാസ്റ്ററങ്ങളെ. ആ ജെറമിയും നദാനിൽ എപ്പോഴും മതിലേ കിടന്ന് ചാടും. പാസ്റ്ററങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്ക്. എന്റെ പാസ്റ്ററെ, എന്റെ ആശർമോൻ അങ്ങനെ നശീകരണം ഒന്നും ചെയ്യില്ല. അവൻ നല്ല ഗുഡ് ബോയാ. ഇനി അല്ല അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ധർമ്മസം എണ്ണി തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും അത് എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസ് എങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ? എന്നിട്ട് എന്ത് പറ്റി? ഹവ്വ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അനുസരിച്ചു. അതാ പറ്റിയത്. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴിയിൽ. ആ, അതും പോട്ടെ. ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? അത് മറിയാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായത് കൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്. വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. മോനെ, നീ എന്തൊക്കെയാ എഴുതിയേക്കുന്നേ?
മമ്മയല്ലേ പറഞ്ഞേ സൈമൺ ഉണ്ടായപ്പോൾ അപ്പുറത്തെ ആന്റി ഗിഫ്റ്റ് കൊണ്ടു തന്ന പോലെയാണ് യേശുവിന് കാഴ്ചകൾ കിട്ടിയതെന്ന്. ഇനി അടുത്തത്, ദൈവം നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിന് നാം ആദ്യം പാപം ചെയ്യണം. എടാ ആശർമോനെ, നീ എന്തൊക്കെ എഴുതിയേക്കുന്നേ? എന്തായാലും ഇത്രയൊക്കെയായി. ഇനി ബാക്കി ചോദ്യം കൂടെ നോക്കാം. യേശുവിന്റെ ഏതെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. അതൊരു വലിയ ഉത്തരവല്ലേ? ഞാൻ എന്റെ പേപ്പറിൽ നല്ല വൃത്തിയായി എഴുതിയിട്ടുണ്ട്. ഉത്തര പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വായിക്കാം. യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോകുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു. ടിഷും ടിഷും അവർ അവനെ മൃതപ്രായനാക്കി, കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ചത് 12 കൊട്ട നിറച്ചെടുത്തു. അതിലൊരു കൊട്ട ഇസ്കരിയോത്ത യൂദ കൊണ്ടുപോയി ദേവാലയത്തിൽ കാളുകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഇനി ബാക്കി കൂടെ വായിക്കണോ? വേണ്ട, മതിയായി. എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സദൃശ്യവാക്യങ്ങൾ 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം മറന്നു പോകാതെ ഇരിക്കുക. ലോകത്തിൻ്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഒരംശമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയ്ക്കായി നാം മാറ്റിവെക്കണം. കുഞ്ഞുങ്ങളെ തുടർച്ചയായി സൺഡേ സ്കൂളിലും ആത്മീയ കൂട്ടായ്മയ്ക്ക് വിടുന്നതിലും മാതാപിതാക്കൾ സമയം ചിലവഴിച്ചാൽ ഈ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നല്ല അടക്കം പ്രതീക്ഷിച്ച് നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തിയാൽ നല്ല ഉയർപ്പ് നമുക്ക് നഷ്ടമാകും. ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരുന്നാൽ മാത്രമേ മുൻപോട്ടുള്ള യാത്ര ഫലപ്രദമാകൂ. അല്ലാഞ്ഞാൽ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധികെട്ട മനുഷ്യന്റെ ഭവനത്തിന് സംഭവിച്ചത് നമുക്കും ഒരു മുന്നറിയിപ്പായി എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച ഈ സ്കിറ്റ് മാതാപിതാക്കളായ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ. ഈ തലമുറയിൽ ക്രിസ്തുവിൻ്റെ വക്താക്കളായി തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വാർത്തെടുക്കാം. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ.